സർ, ശോഭ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ്. എവിടെ നിന്നാലും ശോഭ വോട്ട് പിടിക്കും. ഇത്തവണ ആലപ്പുഴയിലാണ് അംഗം. ശോഭ ജയിക്കുമോ? ജയിക്കുന്നില്ല, പക്ഷെ ഭയങ്കര ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും. ഞെട്ടിക്കും. ശോഭ 250 വരെയൊക്കെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടാവും. അങ്ങനെ സുരേഷ് ഗോപി കഴിഞ്ഞവണ തൃശ്ശൂർ പിടിച്ച വോട്ട് ശോഭ ആലപ്പുഴ പിടിക്കും. അത് സത്യത്തിൽ BJPക്ക് ഭാവിയിൽ ആ മേഖലയിലുള്ള വളർച്ചയുടെ ഒരു ശക്തമായ അടിത്തറയാണ്. കാരണം ശോഭയുടെ ഒരു ഗുണം എന്നത് ശോഭ എവിടെ പോയി കഴിഞ്ഞാലും ശോഭ ഇളക്കി മറിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. കാരണം അതുവരെ എത്താത്ത സ്ഥലങ്ങളിൽ ശോഭ പ്രസൻസ് ഉണ്ടാകും. രണ്ട് കാര്യം, അവർക്ക് നാട്ടുമ്പുറത്ത് സ്ത്രീയുടെ ലുക്കാണ്, നാട്ടുമ്പുറത്ത് സ്ത്രീയുടെ ആക്സെൻ്റാണ്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് നാട്ടുമ്പുറത്തെ പ്രത്യേക സ്ത്രീകളുമായിട്ട് അവർ കണക്ട് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പിന്നെ വേറെ അവരുടെ മുഖം എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, മുഖത്തിന് രണ്ട് സൈഡും ഒരേപോലെ ഷേപ്പ്ഡാണ്, ഒരേ ഷേപ്പ്. നമ്മുടെ മുഖം അങ്ങനെയല്ല. അതിന് ഇംഗ്ലീഷ് പേരുണ്ട്, ഞാൻ മറന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തുല്യമായ അളവുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര പവർ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും. നരേന്ദ്രമോദി എങ്ങനെയാണ്? നരേന്ദ്രമോദി രണ്ട് പേരുണ്ട്, ഇംഗ്ലീഷ് കൃത്യമായ പേരുണ്ട്. രണ്ട് സൈഡും ഒരു സിമിട്രിയാണ്, രണ്ട് സൈഡും വളരെ കൃത്യമായ സിമിട്രിക്കലാണ്. അത് നോക്കിയാൽ മതി. നിങ്ങളിപ്പം വേറെ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ചിത്രം നിങ്ങൾ ഇവിടെ കേരളത്തിലുള്ള മറ്റൊരു വനിതാ നേതാക്കന്മാരുടെ കൂടെ നിങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങളെ കണ്ട ആദ്യം പതിയെ ശോഭയുടെ മുഖത്താണ്. അത് നോക്കിയാൽ മതി. രണ്ട്, ശോഭയ്ക്ക് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ കേരളത്തിൽ മഹാഭൂരിപക്ഷം ഹിന്ദുസ് എന്ന് പറയുന്നത് ഒന്ന് ഈ നായ ശ്രീനിവാസമാണ്. അപ്പോൾ പാവപ്പെട്ട ഒരു നായ സ്ത്രീയുടെയോ ഇല്ലെങ്കിൽ ഈഴവ സ്ത്രീയുടെയോ ആയിട്ട് വളരെ എളുപ്പം അവരുടെ മുഖം കണക്റ്റഡ് ആവും. നിങ്ങൾക്ക് ഇവരെവിടെ കരുതി നമ്മുടെ വീട്ടിലുള്ളതാണോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളതാണോ എന്ന് ഫീൽ ഉണ്ടാവും. ഇതാണ് ശോഭയുടെ ഏറ്റവും വലിയ വിജയം. അതൊക്കെ ജനറ്റിക്കലി അങ്ങനെ ഒരു ഗുണമുണ്ട്. ശോഭ ഇടിച്ചു കയറാൻ എന്ന് പറയുന്ന കാരണം ഇതാണ്. ഒന്ന്, ശോഭയുടെ ഒരു ലുക്ക് അങ്ങനെയാണ്, എസ്പെഷ്യലി മുഖത്തിൻ്റെ പ്രത്യേകതയുണ്ട്. രണ്ട്, അവരുടെ കണ്ണുകൾ താരതമ്യേന കുറച്ച് വലിയ കണ്ണുകളാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഒരിക്കലും അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പെട്ടെന്ന് ആളുകൾ, ദൂരെയുള്ള ആളുകളുമായിട്ട് വരെ പെട്ടെന്ന് കണക്ട് ചെയ്യും. സംസാരിക്കുന്ന സമയത്ത് അവരെ ഉള്ളിൽ നിന്ന് വരുന്ന ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വളരെ ലിപ് സർവീസ് അല്ല, അത് അവർ ഉള്ളിൽ നിന്ന് വരുന്ന എന്നുള്ള ഫീൽ അവരുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ഫൈറ്റർ എന്നുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അതായത് ഈ കള്ള് കുടിച്ച് അലമ്പായി വരുന്ന ഭർത്താക്കന്മാരോട് ഒരു ഗതിയില്ലാതെ തിരിച്ചടിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവർ അങ്ങനെ ഒരു ഫൈറ്റർ എന്നുള്ളൊരു ഫീല് അവരുണ്ടാക്കുന്നത്. അത് ഞാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ തിരിച്ചടിക്കും. സാധുവാണ് ഫൈറ്ററുമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഒരു എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുള്ളതാണ്. ആ സ്ത്രീകളുടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പുരുഷന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അങ്ങനെ വിധിക്കപ്പെട്ട ഒരു സ്പേസാണ്. പക്ഷെ അവർ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വളരെ എളുപ്പം അവരിലേക്ക് ഈ ശോഭയിലേക്ക് താതാമ്യം ഭവിക്കാൻ പറ്റും, അവരിൽ കാണാൻ പറ്റും. സാധാരണ ഒരു സ്ത്രീയെ ശോഭയിൽ കാണാൻ സാധിക്കും. അതാണ് ശോഭയുടെ ഏറ്റവും വലിയ. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ ഏത് പിന്നെ വനിതാ നേതാവിനെ എടുത്തു നോക്കൂ, ശോഭയുടെ മുന്നിൽ ഒറ്റയ്ക്ക് എന്നാ പിടിച്ചേക്കാൻ പറ്റും ഒരു നേതാവ് ഇല്ല. അതിന് ഫോട്ടോ എടുത്ത് നോക്കിയാൽ അതാ ശോഭ. അത് പത്രസമ്മേളനം എടുത്തു വയ്ക്കും. ഞാൻ ശോഭയുടെ കൂടെ ഒരു ഡിബേറ്റ് പങ്കെടുത്തിട്ടുണ്ട്. അത് ഞാനന്ന് ശക്തമായിട്ട് എടുത്ത വർഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കര SFI ഇമ്പാക്ട് കൂടുതലുള്ള സമയത്ത് അപ്പോൾ എൻ്റെ കൂടെ അന്ന് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, ഇടുക്കിയിലുള്ള ചേട്ടൻ പാവ. അപ്പോൾ ഇദ്ദേഹം ശോഭ ഭയങ്കര ശക്തമായിട്ട് ആവശ്യം, ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഞാൻ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചോദിച്ചാൽ എന്താണ് സ്ത്രീയല്ലേ, ഒരു സ്ത്രീയോട് നമ്മൾ ആ ഒരു ബഹുമാനം കാണിക്കുന്നു. ഞാനതൊന്നും കാണിച്ചില്ലെന്ന്, ഞാൻ തിരിച്ചടിച്ചു. ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയ ദിവസമാണ്. അവസാനം തിരിച്ചു പോകുമ്പോൾ എന്നെ പരിചയപ്പെട്ട് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പഠിക്കണം റിസർച്ച്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പറയാലോ എന്നൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്തു. അതാണ് ശോഭ. ഞാൻ ഒരിക്കലും അവരോട് ഡിബേറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ലേഡിയാണ്. അപ്പം അവർ ഈ വോട്ട് പിടിക്കാൻ കാരണം അതാണ്. അവരെ നിങ്ങൾ കേരളത്തിൽ എവിടെ കൊണ്ടുവച്ചിട്ടാലും, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ എവിടെ കൊണ്ടുവച്ചിട്ടാലും, അവർക്ക് തമിഴ് അറിയുമെന്ന് എനിക്കറിയില്ല, അവർക്ക് ഈ രീതി സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ രണ്ടായി തിരിക്കാം. ഇത് തുടങ്ങുന്നത് അരൂര് തുടങ്ങിയിട്ട് ചേർത്തല വഴി ആലപ്പുഴ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി, പിന്നെ കായംകുളം, ഹരിപ്പാട് ഇവിടെ അവസാനിക്കുന്ന മണ്ഡലമാണ്. ഇതിൻ്റെ സീ സൈഡ് ഉണ്ട്. ഈ സീ സൈഡ് ധീവര കമ്മ്യൂണിറ്റിയും ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്. എന്ന് വെച്ചാൽ ഹൈവേയുടെ ഈ കിഴക്കൻ സൈഡ്, പടിഞ്ഞാറ് സൈഡ്, ഹൈവേയുടെ കിഴക്കൻ സൈഡ് നിങ്ങൾ വരുമ്പോൾ അവിടെയാണ് ഈഴവാഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ നായേഴ്സും ഉണ്ട്. ആലപ്പുഴ ആ പ്രദേശം നായേഴ്സിൻ്റെ സ്വഭാവം പലരും കോൺഗ്രസ്സുകാരാണ്, ഉള്ളിൽ ഒരു ഹിന്ദുത്വ വികാരമുള്ളത്. അത് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈഴവരുടെ അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ നായന്മാരുമാണ്. അത് അവിടുത്തെ പ്രത്യേകമായി. നമ്മൾ ലോകത്ത് എവിടെ ഇല്ലാത്ത ജാതിയുള്ള സ്ഥലമാണ് ഈ ആലപ്പുഴ. തീർച്ചയായും ചില സിനിമകളിൽ അത് അതിഭീകരമായിട്ടുള്ള അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ആലപ്പുഴയിലെ ഇഴവന്മാരെന്ന് വെച്ചാൽ അങ്ങനെ പാവപ്പെട്ട ഇഴവന്മാർ ഭയങ്കര സമ്പന്നരായിരുന്നു പലരും. അത് നമ്മൾ ആ വിനയന്റെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ.
പിന്നെ അതുപോലെ ആലമൂന്ന് ശാതാന്മാര് ഇവരൊക്കെ ആ ഒരു റീജിയന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം ഒന്നത്, പക്ഷേ ഭൂമി എല്ലാം ഉണ്ടായത് ബ്രാഹ്മണസിന്റെ കയ്യിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നവോത്ഥാനമൊക്കെ വന്നതിന് ക്ഷേത്രങ്ങളുടെ കൺട്രോളിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പോരാട്ടം. അവിടെ എല്ലാ ക്ഷേത്രങ്ങളും ഉത്സവം നടക്കുമ്പോൾ നിങ്ങൾ ഭഗവതി ശിവനൊക്കെ ആയിരിക്കും പ്രധാന പ്രതിഷ്ഠ. അതിന്റെ കൂടെ നിന്ന് നാരായണ ഗുരുവിന്റെ ഫോട്ടോ കൊണ്ടുവന്നു. അപ്പൊ ഞാനൊരു ക്ഷേത്രത്തിൽ ഒരിക്കലും ഇത് SNDP ക്ഷേത്രം, SNDP ക്ഷേത്രമൊന്നല്ല. അപ്പൊ അത് അവിടുത്തെ അവരുടെ ഒരു താല്പര്യമാണ്, ഇവിടുത്തെ ഭൂരിപക്ഷം അവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഗുരുദേവന്റെ ഫോട്ടോ കൂടി വെക്കണം എന്ന് അവർ, നമുക്ക് അതിന് എതിർപ്പൊന്നുമില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലമാണ് അവിടെ എന്ന് വെച്ചാൽ. അപ്പം ശോഭ വരുന്ന സമയത്ത് ഈ ഈഴവാസിനെ ശോഭയ്ക്ക് സ്വാധീനിക്കാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അങ്ങനെ കണ്ണുമടിച്ചാലും സപ്പോർട്ട് ചെയ്യാറില്ല. എനിക്ക് മനസ്സിലായത് ഈ വെള്ളാപ്പള്ളിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആരിഫ്. കഴിഞ്ഞ വെള്ളാപ്പള്ളിന്റെ സപ്പോർട്ടാണ് ആരിഫിനെ ഏൽപ്പിച്ച ഒരു ഘടകം. NSSനും ആരിഫിനോട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ സ്ഥാനാർത്ഥിയായി ശോഭ വന്നതിന് തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇതായിരുന്നു, ശോഭ വോട്ട് പിടിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാട് മാറ്റം വന്നു. അദ്ദേഹത്തിന്റെ വൈഫൊക്കെ ഭയങ്കരമായിട്ട് പ്രചാരണ രംഗത്ത് തുടങ്ങി. എനിക്ക് കിട്ടിയ വീരാണ്. BDJS ശക്തമായിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്താണ് അവിടെ, ആരിഫ് അദ്ദേഹത്തെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, എനിക്കറിയാം. ആരിഫും ആരെയും പണക്കാത്ത എല്ലാവരെയും, ആരിഫ് അങ്ങനെ പലരും പറയുന്ന പോലെ വർഗീയവാദിയോ സുഡാപ്പിയൊന്നും അല്ല. ആരിഫ് പഴയ SFIക്കാരനാണ്. പള്ളിപ്പോ ആ മേഖലയിൽ മൂപ്പര വാപ്പ അവിടെ കോൺസ്റ്റബിൾ ആയിരുന്നു, അരൂര് നിയോജകമണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ എന്നിട്ട് മൂപ്പര അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ SFIന്റെ മെമ്പർഷിപ്പൊക്കെ ഈ പിന്നെ എന്താണ് പള്ളിപ്പുറ മേഖലയും ഒക്കെ വിതരണം ചെയ്ത് അങ്ങനെ ആണ്. ആരിഫിന്റെ പ്രശ്നം അതല്ല, ആരിഫിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നം അല്ല. അത് പ്രശ്നം ഈ പുതിയ ജനറേഷനിൽ കുറെ ആളുകൾ ഇമ്മാതിരി ആളുകൾ വന്നിട്ടുണ്ട്. ആരും ഫഖുദ്ദീൻ, ആരിഫ്, മമ്മൂക്ക, പിന്നെ യൂസഫ് അലിക്കാന്ന് നമ്മളൊന്നും ആരെന്ന് ഇവർക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ ചില കാര്യത്തിന് മോഡിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ എന്റെ പേര് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്റെ പേരും പറയും. അവരെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇക്കാവുന്ന സാധനം. മമ്മൂട്ടി എന്ന് വെച്ചാൽ അങ്ങനെ അല്ലല്ലോ. മമ്മൂട്ടി എല്ലാവരും ഇഷ്ടപ്പെടും. മമ്മൂട്ടി അങ്ങനെ തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള, അപ്പൊ യൂസഫ് അലി സാർ വളരെ സെക്യൂർ ആയിട്ടുള്ള ആളാണ്. ആരിഫും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവരെന്താ പ്രശ്നം, ഈ പിള്ളേർ ഇക്കാന്ന് വിളിച്ചിട്ട് ഇപ്പം ലാൽസാന്തി പ്രശ്നമുണ്ട്. സംഘത്തിലെ പയ്യന്മാർ ഏട്ടൻ്റെ ഇപ്പം ഈ രാമജന്മഭൂമി ക്ഷേത്ര വിഷയത്തിൽ മുമ്പ് അല്ല ഈ പണപ്രതിഷ്ഠയ്ക്ക് പോകാത്തോണ്ടാണ് ഇപ്പൊ കുറച്ചൊന്നായി കുറഞ്ഞത്. അപ്പൊ മറ്റൊരു സപ്പോർട്ടും കൊണ്ട് വന്നിട്ടുണ്ട്, നമ്മളെ സ്വന്തം ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവര് വന്നിട്ടുണ്ട്. ഇതൊന്നും ഇവരുടെ ഒന്നും പ്രശ്നമല്ല. അപ്പൊ ആരിഫ് നാക്കൂട്ടത്തിൽ പെട്ട ആളല്ല. ആരിഫൊക്കെ വളരെ ഇടതുപക്ഷ സാഹചര്യത്തിൽ വളർന്നു വന്നിട്ടുള്ള താഴെത്തട്ട് ഇടതുപക്ഷക്കാരെ വളർന്നത് മുസ്ലിമാണ്. പള്ളിയിൽ പോകാതൊക്കെ ചെയ്യുക, അത് ഏറ്റവും നല്ലല്ലോ. ഞാൻ പോകാറുണ്ട്, എനിക്ക് അഭിമാനമുള്ളത് കാര്യം പറയാം. പക്ഷേ ആരിഫിന് അങ്ങനെ ചിത്രം കൊടുക്കാൻ പലരും ശ്രമിക്കുന്നത്, അത് ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സൈഡ് ഉണ്ടല്ലോ, ഈ പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് ആരിഫിന് ഏറ്റവും കൂടുതൽ, ഹൈവേയുടെ പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് ആരിഫിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത ഉള്ളൊരു മേഖല. അവിടെ തന്നെ ധീവര കമ്മ്യൂണിറ്റി ഉണ്ട്. ലാറ്റിൻ കമ്മ്യൂണിറ്റി ഇത്തവണ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. അത് കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ അത് ആരിഫിന് വോട്ട് ചെയ്യുമോ നമുക്കറിയില്ല. ഇനി ഈ സൈഡ് വരുമ്പോൾ ഈഴവ കൺസോർട്ടേഷൻ ഉള്ള സ്ഥലമാണ്. അവിടെ പിന്നെ കായംകുളം മാത്രമാണ് ഈ സൈഡ് കുറച്ചൊരു മുസ്ലിം പോപ്പുലേഷൻ ഏരിയയിൽ. അപ്പം ഇതിൽ പാർട്ടിക്കാരല്ലാതെ ഈഴവരുടെ വോട്ട് വൻതോതിൽ ഇവർ പിടിച്ചുകൊണ്ടു. പിന്നെ ധീവര വോട്ട് കഴിഞ്ഞവണ് അവിടെ സാറ് വന്ന് രാധാകൃഷ്ണൻ സാർ മത്സരിച്ച സമയത്ത് BJPക്ക് അനുകൂലം അദ്ദേഹം 1.25 ലക്ഷം വോട്ടിനെ പിടിച്ചിരുന്നു. ഞെട്ടിക്കുന്ന വോട്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ കോൺഗ്രസ് അവിടെ തോൽക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. ആ വോട്ട് വലിയൊരു പരിധി വരെ ശോഭ നിലനിർത്താൻ സാധ്യതയുണ്ട്. പിന്നെ കുറെ പുതിയ ഈഴവ വോട്ടുകൾ പിടിക്കും, 4 വോട്ട് പിടിക്കും. ഈഴവർക്ക് 4 വോട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം RSS ഇതിനിടെ ഈ 2 ജാതികൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേറ്ററാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശോഭ മാത്രമല്ല, ശോഭ അങ്ങനെ ഒരു ഈഴവായിരിക്കാം, പക്ഷെ അവരങ്ങനെ ഇമേജ് നിൽക്കുന്ന ഒരാളല്ല. അവരതിലൊക്കെ ഹിന്ദു ഇമേജിൽ നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഈ ശ്രീനിവാസന്റെ കൊലപാതകത്തിന് ശേഷം ഹിന്ദു ബെൽറ്റ് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു ബെൽറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ സംബന്ധിച്ച് ഈഴവ അതുപോലെ തന്നെ നായർ വോട്ടുകൾ അവർ പിടിക്കും. പിന്നെ ഈ വേണു അവിടെ വന്ന സമയത്ത് കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ തമ്മിലായി മത്സരം. അപ്പോൾ ഇത്തവണ കുറച്ച് നായർ വോട്ടുകാർ വേണു പിടിച്ചിട്ടു. പിന്നെ കുറച്ച് ഈ പറയുന്ന നമ്മുടെ ശങ്കർ ലൈനിലൊക്കെ വരുന്ന ഈഴവരുണ്ട്, കോൺഗ്രസ് സൈസ്ഡ് ഈഴവർ. അവരുടെ എണ്ണം കുറവാണ്. സുഗതന്റെ അനുഭവിക്കാനാണ്. അങ്ങനെ കുറച്ച് വോട്ടും കിട്ടുകയുള്ളൂ. പക്ഷെ ഈഴവ വോട്ട് പ്രിഡോമിനന്റ്ലി ഇത്തവണ ഇവർക്ക് പോകാൻ സാധ്യത. ശോഭ 270 പിടിച്ചാൽ ആര് തോക്കും? ആരിഫ് തോക്കും? ആരിഫ് തോൽക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ആരിഫ് അവിടെ ജയിക്കും. അവിടെ വേണു തോൽക്കാനാണ് സാധ്യത. കാരണം 4 വോട്ടുകളുടെ ശോഭ പിടിക്കും. 4 വോട്ടുകൾ ശോഭ പിടിക്കും. പിന്നെ ഈഴവരുടെ പാർട്ടി വോട്ടുണ്ട്. അത് നിങ്ങൾ പിന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണോ? മത്സരിക്കുന്നത് ഒരു സുഡാപ്പി ആയിരിക്കണം. ആരിഫ് സുഡാപ്പി അല്ല. നിങ്ങൾ ആലപ്പുഴക്കാരെടുത്ത് പോയി ആരിഫ് സുഡാപ്പി എന്ന് അപേക്ഷിച്ചത് കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് വന്നു നടക്കാം. ആലപ്പുഴക്കാർക്ക് അറിയാം ആരാണ് ആരിഫ് എന്നുള്ളത്.
ആലപ്പുഴ പോയി നിങ്ങൾ ആരിഫ് സുഡാപ്പിയാണെന്ന് നടക്കില്ല. അപ്പം പാർട്ടി വോട്ട് ഉണ്ടല്ലോ, പക്ഷേ ഇത്തരം ആളുകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരുന്നു എന്നതാണ് ഇന്ന് നീയല്ലോ പറഞ്ഞത് ഏതോ യദുവായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. മാത്രമല്ല എനിക്ക് അത്ര ആ വിഷയത്തിൽ ഞാൻ യദുവിന് അത്ര അനുകൂലമല്ല, മനസ്സിലായോ? ആ രണ്ടുപേരുടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ യദുവിനെ പിന്തുണയ്ക്കുന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി സ്നേഹമുള്ളത് ഈ പറയുന്നതിന്റെ മാതിരി എൻ്റെ നാട്ടിലെ MLA ആണ് മറ്റേ പയ്യൻ, അവൻ നല്ല പയ്യനാ, സച്ചിൻ. പിന്നെ ഈ പറഞ്ഞ ഈ കുട്ടി വളരെ ചെറുപ്പക്കാരിയായ ഒരു മേയർ എന്ന രീതിയിൽ എനിക്ക് ആ കുട്ടി ചെറുപ്പക്കാരിയായതിന്റെ പരിചയക്കുറപ്പിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ കുട്ടി വലിയ ഇഷ്ടമാണ്. ഞാൻ യദുവിന് അനുകൂലമായിട്ട് നിലപാട് എടുക്കുകയില്ല ഈ വിഷയത്തിൽ. ഞാൻ ചർച്ചയ്ക്ക് പോയിട്ടില്ല. എന്നിട്ട് നീയല്ലോ ഏതൊരു ഞാനും ശ്രീത്ത് പണിക്കൽ വിനിയൊക്കെ എത്തുകൊണ്ട് യദുവിന് അനുകൂലം ഒരു ചർച്ച ഇപ്പൊ എന്ത് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ വേറെ ചില സർക്കിളുകളിൽ എന്നെ RSS തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടാവും. വേറെ സ്ഥല ഇവര് തന്നെ RSS ചില സമയങ്ങളിൽ ചില വിഷയങ്ങൾ നമ്മൾ SFI ഒക്കെ ആയതുകൊണ്ട് ഉള്ളിലെവിടെ ഞാനിപ്പോൾ സഭയ്ക്കാനാണ് അതേണ്ടത്. എന്ത് ചെയ്യും, എന്നെ പിടിച്ചിട്ട് ഭയങ്കര പക്ക CPM മാക്കുകയോ ഞാൻ ചില കാര്യത്ത് ഈ പറയുന്ന ലീഗിനെയും കോൺഗ്രസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. എന്റെ ഒരു നിലപാട് നിനക്കറിയാലോ, അതൊരു തരത്തിലുള്ള എന്താണ് ഫാക്ച്വലായ നിലപാടാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ എന്നെ പിടിച്ചിട്ട് എന്താക്കാം, പിന്നെ ലീഗാക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കോങ്ങി അയക്കിയിട്ടുണ്ട്. ഒരിക്കൽ രാത്രി എടുത്ത് എനിക്ക് മെസ്സേജ് ചെയ്താ ഇതില് മെസ്സഞ്ചർ, ജയിക്കിനെ പറ്റി പറയാൻ നീ ആരടാക്കും കോങ്ങിയും. ഞാനന്ന് മൊത്തം കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞു. പക്ഷെ ജയിക്കിനെക്കാട്ടും നല്ലൊരു സ്ഥാനാർത്ഥി പിന്നെ പുതുപ്പള്ളിയിൽ ഒരു പക്ഷേ മറ്റാരോ അത് പേര് വന്നു, അന്ന് കുറച്ച് പേരുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞതിനാണ് ഇവനെന്താ വെള്ളം അടിച്ചുകൊണ്ട് കണ്ടിരിക്കുക, നമുക്ക് ഇവനെന്നെ അറിയണ്ടാവില്ല. അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പൊ അതൊന്നും ആരിഫിന്റെ പ്രശ്നമല്ല. നിങ്ങൾ മറ്റു ചില ആളുകളെ പറ്റി ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമല്ല. പക്ഷെ ആരിഫിനെ പറ്റിയോ ഈ റിയാസിനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. റിയാസിനെ പറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? റിയാസ് ഞങ്ങളെ സ്കൂൾ പഠിക്കുമ്പോൾ SFI ആണ്. അവൻ്റെ വാപ്പ കമ്മീഷണറായിരുന്നു. അവന് ഇപ്പൊ അദ്ദേഹം മന്ത്രിയല്ലേ, പണ്ട് നമ്മളവൻ വിളിക്കുന്നത്. പിന്നെ എന്തായിരുന്നു, അദ്ദേഹം വാപ്പ കമ്മീഷണറായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം SFIന്റെ ജോയിന്റ് സെക്രട്ടറി, ഞങ്ങളൊക്കെ നേതാവായിരുന്നു, എൻ്റെ നേതാവായിരുന്നു. വളരെ ഡൗൺ ടു എർത്ത് ആയിരുന്നു അന്ന്. വാപ്പ കമ്മീഷണർ മോനാണ്. അങ്ങനെ പാർട്ടി വന്ന ഷംസീർ അങ്ങനെ വന്ന ആളാണ്. എന്ന് വെച്ചാൽ ഇവരൊന്നും ഇപ്പൊ ഇസ്ലാം എന്ന രീതിയിൽ വന്ന ആളല്ല, ഇവരൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരായി വന്ന ആളുകളാണ്. പക്ഷെ ഈ അഭിപ്രായം എല്ലാവരെ പറ്റി എനിക്കില്ല. എന്നാൽ ഷംസീറോ ആരിഫോ അല്ലെങ്കിൽ റിയാസോ ഒന്നും അങ്ങനെയല്ല. പക്ഷെ ഇവരെയൊക്കെ അങ്ങനെ ആക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താ അറിയോ, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണാതിരിക്കുകയും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റായി വേഷം കെട്ടുന്ന ഈ പറഞ്ഞ ജിഹാദിസ്റ്റുകളെയും അതുപോലെ തന്നെ സംഘികളെയൊക്കെ തന്നെ അംഗീകരിക്കുകയും എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ കാണാതിരിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ശോഭയുടെ ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ശോഭ ഈ രീതിയിൽ വോട്ടിടിക്കും. പക്ഷെ ആരിഫിനെ തോൽപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരിഫിന് ഈ പറയുന്നതിന്റെ മാതിരി പാർട്ടി ഇഴവ വോട്ടുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നായ വോട്ടുകൾ വലിയ തോതിൽ ശോഭ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വിചാരിച്ച വോട്ട് ഇദ്ദേഹത്തിന് കിട്ടില്ല. ആർക്ക്? വേണുവിന് കിട്ടില്ല. ലാറ്റിൻ ക്രിസ്ത്യൻ വോട്ടുകൾ ആരിഫിന്റെയും ഈ ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആയി പോകും. സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകൾ പിന്നെ വേണുവിന് കിട്ടും വലിയ തോതിൽ. അവസാനം ഒരു ചെറിയ ചോദ്യം, ചെറിയ ഉത്തരം. ഇത്തവണ 270 മുകളിൽ ശോഭ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ഏതൊക്കെ മണ്ഡലങ്ങളെ അത് ബാധിക്കും? ഏതൊക്കെ പല മണ്ഡലങ്ങളെയും ബാധിക്കും. അമ്പലപ്പുഴ, ആലപ്പുഴ, പിന്നെ അതുപോലെ തന്നെ ഈ അരൂര് മണ്ഡലത്തിൽ മുമ്പ് നല്ല സീറ്റ് പിടിച്ചാണ് BDJS വന്ന സമയത്ത്. പക്ഷെ അതിന് കണ്ടിന്യൂറ്റി വേണം. അപ്പൊ BDJSന്റെ പ്രശ്നം വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞാൽ BDJSന് കാണില്ല. അവിടെ RSSനെക്കാട്ടും കൂടുതൽ അവിടെ ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റിയ BDJSനാണ്. കാരണം വെള്ളാപ്പള്ളിക്ക് നല്ല സ്വാധീനം ഉണ്ട് അവിടെ. കാരണം വീട് അവിടെയൊക്കെ ആയതുകൊണ്ട് തുഷാറിനും നല്ല സ്വാധീനമുള്ള എന്നൊരു പ്രഖ്യാപനം വന്നാൽ എന്തും നടക്കും, കുറെ മേഖലയിലെങ്കിലും നടക്കും. ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം അവിടെയാണ്. രണ്ടാമത്തത് ഇവിടെ കൊല്ലത്തുമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സ്ഥലം. അപ്പം അവിടെ അതിന് തുടർച്ച വേണം. തുടർച്ച ഉണ്ടെങ്കിൽ ചിലപ്പോൾ അനൂപ് ആന്റണിയൊക്കെ അവിടെ ജയിച്ചു വരും. അനൂപ് ആന്റണി തിരുവല്ല പത്തനംതിട്ടയിലാണ്, ചിലപ്പോൾ അതിനടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അനൂപ് ആന്റണി ജയിക്കാൻ സാധ്യതയുണ്ട്. സന്ദീപ് വാചസ്പതി ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരുപാട് ഈ SNDPയുടെ നേതാക്കന്മാരുണ്ട്. നമ്മൾ പലരും നിങ്ങൾക്ക് അറിയണ്ടാവില്ല. പക്ഷെ അവർക്കൊക്കെ നല്ല ജനസ്വാധീനമുണ്ട്. അവരൊക്കെ അടുത്ത ഇലക്ഷന് ചിലപ്പോൾ മത്സരിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 1-2 സീറ്റുകളൊക്കെ ചെയ്യും. ഏത് സീറ്റ് ഞാനിപ്പം പറയുന്നില്ല, കുറച്ചുകൂടി ഇലക്ഷൻ ആവട്ടെ. പക്ഷെ ആലപ്പുഴയിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തകർച്ച നേരിട്ട് വളരെ പെട്ടെന്ന് ഒരു ഹിന്ദുത്വ മേഖലയായി മാറാൻ എല്ലാ സാധ്യതയുള്ള സ്ഥലമാണ് ആലപ്പുഴ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.